അപ്പോൾ അത് രക്ഷപ്പെട്ടൊരു മോർണിംഗ് റൊട്ടീൻ കാണാം. ഉണർന്നു കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് അവൾ ആ ബെഡിൽ തന്നെ നല്ല ഗുസ്തിയാണ്. നല്ല ആ ഗുസ്തി കൂടി കുറച്ച് കഴിഞ്ഞ് കുളിക്കാമെന്ന് വെച്ച് കൊണ്ട് കിടത്തി. പക്ഷേ അപ്പോഴത്തേക്കും അവളുടെ മൂഡ് മാറി, അവൾ കരയാൻ തുടങ്ങി. എന്തോ അവൾക്ക് ഇപ്പോൾ കുറച്ചിടയായിട്ട് അവൾക്ക് കുളിക്കുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. കുളിപ്പിക്കാൻ വേണ്ടി തോന്നുന്നു, തണുപ്പായതുകൊണ്ടാണ്. കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ട് കിടത്തുമ്പോഴേ അവൾ ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ എണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് കളിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സോപ്പൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് കുളിപ്പിച്ച് അവളെ അവിടെ നിന്ന് എടുത്ത്. അങ്ങനെ ആ കുളി കഴിഞ്ഞ് വന്ന് അവിടെ ഇരിപ്പുണ്ട്. ഇനിയാണ് അടുത്ത പരിപാടി, ക്രീം ഇടൽ. അതുപോലെ അവൾ സമ്മതിക്കത്തില്ല. ഇപ്പോൾ അവൾ ക്രീമൊന്നും ഇടാൻ കിടന്നിരുത്തില്ല. ഇപ്പോൾ അവൾക്ക് ഇരിക്കാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് അവൾ കളിക്കും. അതിൻ്റെ സൈഡിൽ കൂടെ വേണമെങ്കിൽ ഇട്ടിട്ട് പോവുക എന്നുള്ള രീതി അവളിങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് വന്നിട്ടാണ് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വീണ്ടും പോകും. അങ്ങനെ ഞാൻ വീണ്ടും വീഡിയോ കിട്ടുന്നുള്ള രീതിയിൽ വീണ്ടും ഫോൺ വയ്ക്കും. അവൾ അത് കഴിഞ്ഞിട്ട് ഉടുപ്പിട്ട് കൊടുക്കുക. ഉടുപ്പിട്ട് കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് എണീറ്റിരുന്ന് അങ്ങനെ വീണ്ടും ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവളിങ്ങനെ കാര്യം അവൾക്ക് ഇഷ്ടമല്ല. എന്നിട്ട് അവൾ വീണ്ടും വന്ന് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോകും. എനിക്ക് കഴിക്കാൻ കൊടുത്ത്, പക്ഷേ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ അവൾ ഉറങ്ങി കിട്ടിയിട്ടുണ്ട്. അവൾ ഉറങ്ങി കിട്ടിയ സമയത്താണെങ്കിൽ ഒരിക്കൽ പരിപാടി. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അവൾക്ക് 2 സൈഡ് മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. അവൾ നല്ല ഉറക്കമല്ല എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ പിരിക എഴുതി തുടങ്ങിയപ്പോഴത്തേക്കും അവൾ കുറച്ച് നേരം കണ്ണൊക്കെ തുറന്ന് കിടന്ന് പിന്നെ ഞാൻ എന്ന് ഉറക്കി വീണ്ടും പിരിക എഴുതുക. പിന്നെ എഴുതുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അവളിങ്ങനെ കണ്ണിങ്ങനെ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ 2 സൈഡും പിരികമൊക്കെ എഴുതി. കണ്ണെഴുതുമ്പോഴത്തേക്കും കണ്ണെഴുതാൻ വേണ്ടി എടുത്തപ്പോൾ തന്നെ അവളൊന്ന് ഉണർന്ന്. പിന്നെ ഞാൻ വീണ്ടും അവളെ ഉറക്കി. അത് കഴിഞ്ഞ് ബ്രഷ് കണ്ണിലോട്ട് തട്ടുമ്പോൾ തന്നെ അവൾ കണ്ണ് തുറക്കുമായിരുന്നു. എങ്ങനെയൊക്കെയോ അവളെ കിടത്തി. അത് പെട്ടെന്നൊന്ന് എഴുതി തീർക്കാൻ നോക്കി. അങ്ങനെ ഒരു കണ്ണെഴുതുമ്പോൾ അവൾ ഉണരും. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ അടുത്ത കണ്ണെഴുതി. അത് കഴിഞ്ഞ് പൊട്ടൊക്കെ ഇട്ട് സുന്ദരിയാക്കി കിടത്തി. ഇനി വേണം എനിക്ക് എൻ്റെ മോർണിംഗ് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ.